ഇന്നത്തെ സ്വരലയത്തിലൂടെ നമ്മൾ ആദരിക്കുന്നത് ശ്രീ KP ഉദയഭാനു. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ മാമക ചിത്തത്തിലൊന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതലുള്ള പരിചയമാണ്. എൻ്റെ അച്ഛനുമായിട്ട് വളരെ ക്ലോസ് ആണ് അങ്കിൾ. അങ്കിളിനെ കുറിച്ച് പറയുമ്പോൾ പാലക്കാട് തിരൂരിലാണ് അങ്കിൾ ജനിച്ചത്. കുട്ടിക്കാലം മുഴുവൻ സിംഗപ്പൂരിലായിരുന്നു. അവിടുന്ന് പാലക്കാട് കൽപ്പാത്തി ത്യാഗരാജ സംഗീത അക്കാദമിയിൽ പഠിച്ചു. അവിടെ MD രാമനാഥൻ സാറിന്റെ ശിഷ്യനായിരുന്നു. കോഴിക്കോട് ആകാശവാണിയിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് ഭാസ്കരൻ മാസ്റ്ററിനെയും രാഘവൻ മാസ്റ്ററിനെയും തിക്കോടി എന്നവരെല്ലാരെയും പരിചയപ്പെട്ടു. അങ്ങനെ രാഘവൻ മാസ്റ്ററാണ് ആദ്യമായിട്ട് 1958 നായര് പിടിച്ച പുലിവാല എന്ന ഫിലിമില് ആദ്യമായിട്ട് പാടിക്കുന്നത്. അങ്കിളിന്റെ സംഗീതത്തിൽ ഞാൻ മിനി കോറിൽ കുറെ സംഘഗാനങ്ങൾ പാടിയിട്ടുണ്ട്, അല്ലാതെ ലളിതഗാനങ്ങളും പാടിയിട്ടുണ്ട്. ശ്രീ കോന്നിയൂർ രാധാകൃഷ്ണൻ രചിച്ച് അങ്കിളുടെ സംഗീതത്തിൽ മലയാള കവിത എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. അത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു മറക്കാൻ പറ്റാത്തൊരു ഗാനം തന്നെയായിരുന്നു. ഞാനിന്ന് ഇവിടെ പാടുന്നത് 1962 റിലീസായ ലൈല മജ്നു എന്ന സിനിമയിലെ താരമേ താരമേ എന്ന ഗാനം. വെളുത്തവെണ്ണെ മനസ്സിലെന്താണ്, നീ മനസ്സിലെന്താണ്? ഉദയഭാനു ചേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു എപ്പിസോഡ് മുഴുവൻ പറയാൻ എനിക്കുണ്ട്. കാരണം ചിത്ര പറഞ്ഞ പോലെ ഞാനും ചിത്രയൊക്കെ ഓൾ ഇന്ത്യ റേഡിയോയിൽ തുടക്കം മുതൽ കാണുന്ന ഒരു പ്രതിഭാശാലിയാണ് ഉദയഭാനു ചേട്ടൻ. മാത്രവുമല്ല ഒരു ഗാംഭീര്യമുള്ള ശബ്ദം, അതായത് ഘന ഗാംഭീര്യമുള്ള ഒരു ശബ്ദത്തിന്റെ ഉടമയാണ്. ഇപ്പോഴും അന്നും ഇന്നും അദ്ദേഹത്തിന് പാടുന്നത് ഒരു പ്രശ്നമല്ല. ഇത്രയും പ്രായമായിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയായിട്ട് കാണാതെ നിന്ന് പാടും. ഒരു പാവം മനുഷ്യൻ എന്ന് പറയാം. അദ്ദേഹം ഒരുപാട് മനോഹരമായ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ ഞാൻ ലളിതഗാനങ്ങളും അതുപോലെ തന്നെ നാഷണൽ ഇന്റിഗ്രേഷൻ സോങ്സ്, സിനിമാ ഗാനങ്ങൾ, ഒരുപാട് പാട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മ്യൂസിക് ഡയറക്ഷനിൽ പാടിയിട്ടുണ്ട്. എന്തുകൊണ്ടും അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത് ലേറ്റായി പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അദ്ദേഹം പാടിയ ഒരു പാട്ട് ഞാനിവിടെ പാടുകയാണ്. പൊന്മളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടം എന്റെ പൊന്നിൻ കുടം എന്റെ പൊന്നിൻ കുടം എന്റെ പൊന്നിൻ കുടം. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടം എന്റെ പൊന്നിൻ കുടം എന്റെ പൊന്നിൻ കുടം എന്റെ പൊന്നിൻ കുടം. താരമേ താരമേ നിന്നുടെ നാട്ടിലും തങ്കക്കിനാവുകളുണ്ടോ ഉണ്ടോ തങ്കക്കിനാവുകൾ ഉണ്ടോ? ഒരു കമ്പോസറായിട്ട് ഞാൻ പറയാണ്, കിളിച്ചിലച്ചു എന്നുള്ള പാട്ട് എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട പാട്ടാണ്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉദയഭാനു ചേട്ടൻ ആദ്യമായിട്ട് പാടിയത് നായര് പിടിച്ച പുലിവാല എന്ന ചിത്രമാണ്.
പക്ഷെ അതിന് പുറയിൽ രാഘവ മാസ്റ്ററാണ് മ്യൂസിക്. അദ്ദേഹം ഉദയഭാനു ചേട്ടനെ കൊണ്ട് പാടിക്കാന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ സമ്മതിക്കാണ്ട് പുതിയ ആള് വേണ്ട, പഴയ നമുക്ക് പാടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമായപ്പോൾ രാഘവ മാഷ് പറഞ്ഞു അദ്ദേഹം പാടിയില്ലെങ്കിൽ ഞാൻ ഈ പടം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അത്ര വാശി പിടിച്ചിട്ട് പിന്നെ ഉദയഭാനു ചേട്ടനെ കൊണ്ട് ഒന്നല്ല 2 പാട്ട് അതിൽ പാടിക്കുകയുണ്ടായി. അപ്പോൾ ചേട്ടനെ പറ്റി എനിക്കുള്ള അനുഭവങ്ങളും, ഞങ്ങള് വളരെ ചെറുപ്പത്തിൽ, എനിക്കൊരു 7-8 വയസ്സുള്ളപ്പോൾ ഒരു കമ്പോസിങ്ങിന് ഈ എന്താണ് പറയേണ്ടത്, ഒരു വിപ്ലവ ഗാനം കമ്പോസ് ചെയ്യാൻ ONV സാർ എഴുതിയിട്ട്, അപ്പോൾ ഉദയഭാനു ചേട്ടൻ വന്ന് കമ്പോസ് ചെയ്യുന്ന ഞാൻ കൂട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. ഒരു അനുഭവമായിരുന്നു അത്. ലീല ചേച്ചിയുടെ കൂടെ ചേർന്ന് ഉദയഭാനു ചേട്ടൻ പാടിയ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ട് നൽകേണ്ടി. കാനനച്ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. കാനനച്ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. I have no regrets in my life.